ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പൊ മാക്സിമം എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയണ്ടേ. നമ്മുടെ പവിത്രേനെ കണ്ടെത്തിയിരിക്കുകയാണ്. പവിത്രേനെ കണ്ടെത്തി ഗോമതി കുറെ വഴക്കു പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല പവിത്ര ചെയ്തു കൂട്ടിയത്. എന്നിട്ട് പവിത്രയോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് സ്നേഹിക്കാമായിരുന്നല്ലോ, പ്രണയിക്കാമായിരുന്നു, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ആത്മാർത്ഥമായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നിനക്ക് സ്നേഹിക്കത്തില്ലായിരുന്നോ? ഇതിപ്പം ഒരു വൃത്തികെട്ടവനും പെണ്ണുപിടിയനും കള്ളനും ഒക്കെ ആയ ഒരുത്തനെ മാത്രമേ നിനക്ക് കിട്ടിയുള്ളൂ എന്നൊക്കെ ഉള്ള ചോദ്യത്തിന് ഒരു മറുപടി ഇല്ലാതെയാണ് നിൽക്കുന്നത് നമ്മുടെ പവിത്ര. അപ്പൊ ജാനകി പറയുന്നുണ്ട്, കഴിഞ്ഞു പോയതൊക്കെ പോട്ടെ, സാരമില്ല ഗോമതി, ഇനിയിപ്പം ക്ഷമിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ മക്കളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്, നമ്മുടെ മക്കളായി പോയില്ലേ, നമുക്ക് അങ്ങ് അറുത്ത് മൂർച്ചങ്ങോട്ട് എറിയാൻ പറ്റില്ലല്ലോ ഈ ബന്ധമൊന്നും. അതുകൊണ്ട് ഇപ്പൊ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അവളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പം ഇനിയും എന്ത് മനസ്സിലാക്കിയിട്ട് എന്താ കാര്യം? എന്തെങ്കിലും കാര്യമുണ്ടോ ഇനിയിപ്പം? ദേ അവിടെ എൻ്റെ ഏട്ടൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അത് നീ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പവിത്രയ്ക്ക് പറ്റുന്നില്ലാട്ടോ ഒന്നിനും. അത് കഴിഞ്ഞ് നമ്മുടെ ഗോമതി ചോദിച്ചു, ഒന്നുമല്ല, നീ ഏതായാലും ഇപ്പൊ തിരിച്ച് അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെയുള്ളവരെല്ലാം കളിയാക്കൂലെ നിന്നെ, നീ ഒരുത്തൻ്റെ കൂടെ പോയിട്ടുള്ളതാണെന്നും നീ ഒരുത്തൻ്റെ കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചു ചെന്നവളാണെന്നും പറയില്ലേ എന്ന് പറഞ്ഞപ്പം അത് നമ്മുടെ പവിത്രയ്ക്ക് സഹിച്ചില്ല. പവിത്ര പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഒരിക്കലും ഞാൻ ഒരു രാത്രി പോലും അവൻ്റെ കൂടെ താമസിച്ചിട്ടില്ല, എൻ്റെ ശരീരത്ത് അവൻ സ്പർശിച്ചിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞപ്പം ആര് വിശ്വസിക്കും? നീ ഇത് പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുമായിരിക്കും, അതുപോലെ ദേ ഏട്ടന്മാരും അവിടെ നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം വിശ്വസിക്കുമായിരിക്കും. പക്ഷെ നാട്ടുകാർ വിശ്വസിക്കുമോ? നമ്മുടെ ആ നാട് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ, നമ്മൾ വലിയ ടൗണിലൊന്നും അല്ലല്ലോ താമസിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അവിടെ ഉള്ളവരെ എല്ലാവരെയും നിനക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമോ? അവിടെ എത്രമാത്രം നാണം കെട്ടാണെന്ന് അറിയാമോ എൻ്റെ ഏട്ടന്മാർ ജീവിക്കുന്നത്. ആകാശം ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അച്ഛനിപ്പം എന്തായിരിക്കും അവസ്ഥ എന്ന് നിനക്കറിയാമോ? പിന്നെ ദേ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ എനിക്കറിയാം നീ ഇതെല്ലാം കണ്ടല്ലേ മോളെ വളർന്നത്. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പം അവിടെ എത്ര വലിയ ഭൂകമ്പം നടന്നതാണെന്നും ഇന്ന് വരെ അതിൻ്റെ പേരിൽ ഇപ്പോഴും പിണക്കമുണ്ടെന്ന് നിനക്കറിയാം. എന്നിട്ട് പിന്നെ എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? എനിക്കിത് പൊറുക്കാനും സഹിക്കാനും പറ്റുന്ന കാര്യമല്ല. എൻ്റെ മുമ്പിൽ ഇത് പവിത്രയെന്ന് പറഞ്ഞുകൊണ്ട് അലമുറയിട്ട ദേഷ്യമൊക്കെ ഇങ്ങനെ തീർത്തോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ ആര്യം പറഞ്ഞു, ഇതേ എന്താ അമ്മ ഈ പറയുന്നത്? ഏതായാലും എനിക്കിത് കേട്ടോണ്ട് നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം പെട്ടെന്ന് എടുത്തോണം, എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് പറഞ്ഞ് ആര്യൻ അങ്ങോട്ട് പോകുക കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശരൺ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, ഇവക്ക് വേറൊരു അബദ്ധവും പറ്റിയിട്ടൊന്നുമില്ല, ഇവൾക്ക് ഒരു അബദ്ധവും പറ്റാതെ ഇവള് രക്ഷപ്പെട്ട് വന്നതാണ്, വേറൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും ശരണിനോട് പറയുന്നുണ്ട് ഗോമതി, അത് ആര് വിശ്വസിക്കും? ശരൺ നമ്മളൊക്കെ വിശ്വസിക്കും, അത് മറ്റാരും വിശ്വസിക്കത്തില്ലല്ലോ. ഇവളുടെ ഭാവി ഇനി എന്തായി തീരും, അത് ഇവക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചു. ഏതായാലും കുറെ ദേഷ്യപ്പെട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ജാനകിയൊക്കെ കൂടി പറഞ്ഞു, പോട്ടെ സാരമില്ല ഗോമതി, അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്, എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പം നമ്മുടെ മീനാക്ഷി അവളെ പവിത്രേനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോയി കേട്ടോ. മീനാക്ഷി പവിത്രേനെയും കൂട്ടിക്കൊണ്ട് മാറി അങ്ങ് പോയി. ഗോമതിയുടെ അടുത്ത് നിന്നാ വീണ്ടും ഇങ്ങനെ കുറ്റപ്പെടുത്തുവാണല്ലോ ഗോമതിയുടെ വിഷമാണ് ഗോമതി പറയുന്നത്. അപ്പൊ മാറി അങ്ങോട്ട് മീനാക്ഷി പോയി. മീനാക്ഷി പവിത്രയോട് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ചപ്പം പവിത്ര വ്യക്തമായിട്ട് മീനാക്ഷിയോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ മീനാക്ഷിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി കേട്ടോ. അങ്ങനെ നമ്മുടെ ഗോമതി വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ജാനകിയും ചെന്ന് നമ്മുടെ ഗോമതിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ നമ്മുടെ മീനാക്ഷി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പവിത്ര ഇങ്ങനെ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു, അതുപോലെ തന്നെ താന് കളങ്കപ്പെട്ടു പോയോ, അങ്ങനെ എല്ലാവരും വിശ്വസിക്കൂലോ, താൻ കാരണം തൻ്റെ കുടുംബക്കാർക്ക് നാണക്കേടായി തീരുവല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വല്ലാത്ത വിഷമവും ഒക്കെ തോന്നിയിട്ട് എന്താ ചെയ്യുന്നത്, ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക തന്നെയാണ്. അവിടെയും ഒരു ആത്മഹത്യ ശ്രമം നടത്തുകയാണ്. ഏതായാലും നമ്മുടെ ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നത് വേറെ ആരുമല്ല, ആര്യൻ തന്നെയാണ് കേട്ടോ. ആര്യൻ തന്നെയാണ് നമ്മുടെ പവിത്രനെ രക്ഷിക്കുന്നത്. അപ്പം പവിത്ര ആത്മഹത്യ ചെയ്യുന്നത് കണ്ട് പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി വരുമ്പോഴാണ് കാണുന്നത്. ഇവരെല്ലാം വെളിയിൽ ഇരുന്നിങ്ങനെ സംസാരിക്കുകയൊക്കെയാണ്. അപ്പൊ ആ റൂമിനകത്തേക്ക് കയറുമ്പോൾ ഇത് കാണുകയും ആര്യൻ പെട്ടെന്ന് കിടന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ഓടി വന്ന് പൊക്കി എടുത്തു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തത്, ആര്യൻ ഒരു ഒറ്റ അടിയും കൂടെ അങ്ങ് വെച്ചു കൊടുത്തു. നല്ല ഒന്നൊന്നര അടിയാണ് വെച്ച് കൊടുത്തത്. ഏതായാലും അടിയുടെ പൂരമായിരുന്നു പവിത്രയ്ക്ക്. അങ്ങനെ ആര്യം പറഞ്ഞു, എടി നീ ഇപ്പം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും പരിഹാരമാകുമെന്ന് ചോദിച്ചു.
അപ്പോഴത്തേക്കും പൊട്ടിക്കരയല്ലാതെ പവിത്ര വേറൊന്നും മിണ്ടുന്നില്ല. അടുത്തേക്ക് നമ്മുടെ ഗോമതിയും വന്നു. ഗോമതി ചോദിച്ചു, മോളെ നീ എന്താ മോളെ ഈ കാണിക്കുന്നത്? ദേ നമ്മുടെ വീട്ടില് ഒരു മരണം, അത് താങ്ങാൻ കഴിയുമോ? നിന്റെ അച്ഛനും അമ്മയും നീ ഓർത്തോ? നീ നിന്നെ മാത്രമേ ഓർക്കുന്നുള്ളോ? നിന്റെ അച്ഛനും അമ്മയും എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നിന്നെ സ്നേഹിച്ച് ലാളിച്ചു വളർത്തി നിന്റെ ഇഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിന്നിട്ടില്ലേ നിന്റെ അച്ഛൻ? പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നു. ഗോമതിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. കാരണം ഗോമതി പറഞ്ഞതൊക്കെ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അപ്പം ഗോമതി പറഞ്ഞതൊക്കെ എടുത്തെടുത്ത് പവിത്ര പറയാണ്, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ, ഇനി ഞാൻ ജീവിച്ചിരുന്ന എൻ്റെ വീട്ടുകാർക്ക് അപമാനമല്ലേ ആകത്തുള്ളൂ. ഇതോടുകൂടി ഈ ജീവിതം അങ്ങ് നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് എല്ലാവർക്കും എൻ്റെ ഓർമ്മ കാണും. പിന്നെ എല്ലാം പതുക്കെ കെട്ടണഞ്ഞോളും. എനിക്ക് പറ്റില്ല, എനിക്കിനി തിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ മുഖം കാണാനോ അമ്മയുടെ മുഖം കാണാനോ മുത്തശ്ശിയുടെ മുഖം കാണാനോ ഒന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു, വേറെ ഒന്നുമല്ല, ഞാൻ ഒരു തീരുമാനം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ പവിത്ര എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. എന്താ തീരുമാനം എന്നറിയത്തില്ല. ഗോമതി എടുത്ത തീരുമാനമോ? ഗോമതി അങ്ങനെയൊന്നും തീരുമാനം എടുക്കത്തില്ല. അപ്പം ആരും ചോദിച്ചു, എന്താ അമ്മ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? നമുക്ക് ഇവളെ അവിടെ കൊണ്ടുപോയി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുക, അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ, കൊല്ലുവോ വളർത്തുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇനിയിപ്പം നമ്മുടെ കൈ കിട്ടിയപ്പോൾ നമ്മൾ സുരക്ഷിതമായിട്ട് നോക്കിയിട്ട് കൊണ്ട് ഏൽപ്പിക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഏതായാലും നീ ഇപ്പം ഇവളുടെ ജീവൻ രക്ഷിച്ചില്ലേ, നീ കാരണമാണല്ലോ. അല്ലെങ്കിൽ ഇവളിപ്പം ആത്മഹത്യ ചെയ്തിപ്പോൾ ഇവളുടെ ശരീരം ഇവിടെ കണ്ടേനെ, നീ കാരണമാണല്ലോ ഇപ്പം ഇവളുടെ ജീവൻ രക്ഷിച്ചത് നീ. അതുപോലെ ഇനി അങ്ങോട്ടും ഇവളെ നീ തന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്കും ആര്യനും മീനാക്ഷിയൊക്കെ എന്താ അമ്മ പറഞ്ഞു വരുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ എങ്ങനെ ഇവളെ രക്ഷിക്കാനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, മോൻ വേറെ എങ്ങനെയും അല്ലേ രക്ഷിക്കേണ്ടത്, മോൻ തന്നെ മോൻ്റെ ജീവിതം ഇവക്ക് കൊടുക്കണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, എന്താ അമ്മ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പം മീനാക്ഷിയൊക്കെ ഞെട്ടി നിൽക്കുകയാണ്. മീനാക്ഷി അതുപോലെ തന്നെ നമ്മുടെ ശരണം ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പം ഗോമതി പറഞ്ഞു, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഞാൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ അങ്ങ് പറയാം, നമ്മുടെ പവിത്രേനെ മോനെ ആര്യ നീ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ആര്യൻ ഞെട്ടിപ്പോയിട്ടോ. ആര്യൻ എന്താ അമ്മ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ആര്യന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല. പവിത്രയും ആര്യനും തമ്മിൽ അത്രയ്ക്ക് ശത്രുക്കളാണല്ലോ. പവിത്രയാണെങ്കിൽ നമ്മുടെ ആര്യനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വരെ കൊടുത്താണ്. അപ്പം പവിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞ് പവിത്ര ഇങ്ങനെ നോക്കുക ഗോമതിനെ. അപ്പോഴത്തേക്കും ഗോമതി പവിത്രയോട് പറഞ്ഞു, നിനക്കെന്താ സമ്മതമല്ലേടി എന്ന് ചോദിച്ചു. നിനക്കെന്താ സമ്മതമല്ലാത്തതെന്ന് ചോദിച്ചു. നിന്നെ ആരിനി കെട്ടും, നിനക്കിനി ആരെങ്കിലും ഒരു ജീവിതം തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെട്ടെന്ന് മീനാക്ഷി, അമ്മ എന്താ ഈ പറയുന്നത്? അല്ല ആര്യൻ പവിത്രനെ വിവാഹം കഴിക്കാനോ? അല്ല ഇതൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ പ്രശ്നമാവില്ല അമ്മ എന്ന് നമ്മുടെ മീനാക്ഷി ചോദിച്ചപ്പോഴത്തേക്കും, എനിക്കറിയാം ഇതിലും വലിയ പ്രശ്നമാകും, പക്ഷെ എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടന്മാരെല്ലാവരും എന്നെയല്ലേ കുറ്റപ്പെടുത്തത്തുള്ളൂ. ഒരിക്കലും എൻ്റെ ഏട്ടന്മാരെ അതൊരു വലിയ അപമാനമായിട്ടൊന്നും കാണില്ല, എന്നെ കുറ്റപ്പെടുത്തുകയുള്ളൂ. ഇനി എല്ലാവരും അറിയും ആര്യൻ്റെ കൂടെ ഇവള് ഇറങ്ങിപ്പോന്നാന്ന്. ഈ ഒരു സമയത്ത് നമ്മൾ ഗുരുവായൂർ വന്നതുകൊണ്ടും അവർക്ക് എല്ലാവർക്കും വേറൊന്നും അറിയില്ലല്ലോ, നമ്മളിപ്പം ഇവളെയും തട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നതാണ് എന്നല്ലേ ഓർക്കത്തുള്ളൂ, അല്ലാതെ വേറെ ആരും ഒന്നും ഓർക്കാൻ പോകുന്നില്ലല്ലോ. നമ്മളുടെ സമ്മതത്തോടു കൂടി തന്നെ നമ്മൾ ഇവരെ രണ്ടുപേരെ ഒന്നിപ്പിച്ചു. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, അതുമാത്രം മതി. അല്ലെങ്കിൽ എൻ്റെ മോളെ നിന്റെ ഭാവി എന്തായി തീരും? അതുമല്ല, നീ ഇങ്ങനെ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി എന്നറിഞ്ഞാലും അവരെല്ലാം അവനെല്ലാം നിന്റെ സ്വർണ്ണമൊക്കെ കവർന്നുകൊണ്ട് പോയി എന്നൊക്കെ അറിഞ്ഞാലും നിന്റെ മാനം പോയിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അവരാരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല, നാട്ടുകാരും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ മോളെ എന്ന് പറഞ്ഞു. ആര്യനാണെങ്കിൽ ഒരു ഇതും ഇല്ലാതെ അങ്ങ് മാറി അവിടെ നിന്ന്. അപ്പോഴത്തേക്ക് തന്നെ മാറി. അപ്പം നമ്മുടെ ഗോമതി പതുക്കെ ആര്യൻ്റെ അടുത്ത് ചെന്നു. ആര്യൻ്റെ അടുത്ത് ചെന്നിട്ട്, മോൻ എന്താ പറയാനുള്ളത്? അമ്മ പറഞ്ഞ ഈ തീരുമാനത്തെ മോനെ എതിർക്കുവോ? ഒരിക്കലും അമ്മയുടെ മാനം കളയരുത്, അമ്മയുടെ ഏട്ടന്മാരുടെ മാനം കളയരുത്. നിനക്കറിയാലോ, പുറമേ വെറുപ്പൊക്കെ കാണിക്കുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ഇപ്പോഴും എന്നോട് സ്നേഹമാണെന്ന് എനിക്കറിയാം. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബത്തെ നമ്മൾ രക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ പറയാ, നീ പവിത്രനെ വിവാഹം കഴിക്കണമെന്ന്. ഏറ്റവും ലാസ്റ്റ് ആര്യൻ എന്ത് ചെയ്യാനാ? ആര്യന് വേറെ നിവർത്തിയില്ലല്ലോ. ഇത് ഏതായാലും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആര്യൻ പവിത്രനെ വിവാഹം കഴിക്കാൻ തയ്യാറാവുകയാണ്. ഏതായാലും എല്ലാം മനസ്സിലാക്കി കൊടുത്ത് തന്നെയാണ് രണ്ടുപേരും ഗുരുവായൂർ അമ്പല നടയിൽ വെച്ച് തന്നെ വിവാഹിതരാകുന്നുണ്ട്. അപ്പം അതിനിടയിൽ നടക്കുന്ന കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കാണിക്കുന്നുണ്ട്. അതിനിടയിൽ വേറെ ഒന്നുമല്ല നടക്കുന്നത്. നമ്മുടെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് ഗോമതിയോട്, അമ്മയുടെ ഉദ്ദേശം എന്താ? ഇത് വീട്ടിൽ അതൊരു വലിയ പ്രശ്നമായി തീരൂലേ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിനെ പറഞ്ഞ് നമ്മുടെ ഗോമതി മനസ്സിലാക്കുന്നുണ്ട്. അപ്പം മീനാക്ഷിക്കും തോന്നി ഇത് തന്നെയായിരിക്കും നല്ലത്, ഒരു പെണ്ണിന്റെ ജീവിതം രക്ഷിക്കുക എന്നുള്ളത് അതൊരു വലിയ കാര്യം തന്നെയല്ലേ. ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല നമ്മുടെ പവിത്ര തെറ്റ് ചെയ്തത്. പക്ഷെ പവിത്ര തെറ്റ് ചെയ്തു പോയി, തെറ്റ് ചെയ്തു. പിന്നെ ഇപ്പം അതിനെ
കുറ്റപ്പെടുത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാനല്ലേ നമുക്കും പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മീനാക്ഷിക്കും തോന്നുവാണ് ഇതെല്ലാം ശരിയാണെന്ന് തോന്നുന്നു. അപ്പം വീട്ടിൽ ഈ വിവരം വിളിച്ചറിയിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഇത് ഉൾക്കൊള്ളുവോ? അതുമല്ല അമ്മേനെ തന്നെ അമ്മ ഇതിന് കൂട്ട് നിന്നെന്ന് പറയുമ്പോഴത്തേക്കും അത് അച്ഛന് സഹിക്കാനാകുമോ? അമ്മ ഒരു കാര്യവും അച്ഛനോട് മറച്ചു വെച്ചിട്ടില്ല ഇതുവരെ. അപ്പം ഇതും കൂടെ അമ്മ മറച്ചു വെച്ചു എന്ന് അറിയുമ്പോൾ എന്തായിരിക്കും ഉണ്ടാകുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ജാനകി പറയുന്നുണ്ട്, മോളെ മീനാക്ഷി, ഇപ്പം ഗോമതി പറഞ്ഞത് തന്നെയാണ് നല്ലത്. ഗോമതി പറഞ്ഞ തീരുമാനത്തെ ഞാനും യോജിക്കുകയാണ്. ഏതായാലും നിങ്ങളുടെ കുടുംബത്തിലെ പെങ്കൊച്ച് തന്നെയല്ലേ, ആ പെങ്കൊച്ചിന്റെ ജീവിതവും ഭാവിയും രക്ഷിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഒന്നും നോക്കണ്ട, ഈ വിവാഹം തന്നെ നടക്കട്ടെ എന്ന് നമ്മുടെ ജാനകിയൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ശരണൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരണ് നമ്മുടെ ആര്യനോട് സംസാരിക്കുന്നുണ്ട്. വേറെ ഒരു പ്രശ്നവും ഇല്ല, മിത്രയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിയതല്ലാതെ വേറൊരു പ്രശ്നവും വന്നിട്ടില്ല. ആ കുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരുവാണ് ചെയ്തത്. അവളുടെ മാനത്തിനൊന്നും ഒരു കളങ്കവും വന്നിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും ആര്യനറിയാം, ആര്യന് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. എങ്കിൽ പോലും ആര്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പിന്നെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് അവർ ആ ഒരു വിവാഹത്തിന് തയ്യാറാവുന്നത്. അപ്പൊ ഇതിനിടയിൽ വീണ്ടും നമ്മുടെ നന്ദനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്ദനൻ നമ്മുടെ ആര്യനെ കാണുകയും അപ്പൊ ആര്യൻ ഇങ്ങനെ നന്ദനോട് സങ്കടങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഹാ ബ്രോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ആര്യനല്ല സോറി നന്ദൻ. അപ്പൊ നന്ദനനെ കണ്ട ഉടനെ ആര്യനെ കണ്ട ഉടനെ നന്ദനൻ ചോദിക്കുന്നുണ്ട് എന്താണ് പറ്റിയത്, എന്താ മുഖത്തൊരു വല്ലാത്തൊരു വൈക്ലഭ്യം ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് അവളെ കണ്ടെത്താനൊക്കെ സാധിക്കുന്നു. എന്നിട്ട് കണ്ടെത്തിയതൊക്കെ ശരിയാണ്, പക്ഷെ അവളുടെ അവസ്ഥ ഭയങ്കര ഗുരുതരം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ആര്യം പറഞ്ഞപ്പം നന്ദനൻ പറഞ്ഞു, ഏതായാലും ഞാൻ കണ്ടെത്തൂന്ന് പറഞ്ഞു ശരിയായില്ലേ, ഇനി അവള് നല്ല സുഖമായിട്ട് നല്ലൊരു ചെക്കൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്യും. നല്ലൊരു ചെക്കൻ എന്ന് പറഞ്ഞാൽ നല്ല ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് തന്നെ ജീവിക്കുന്നൊക്കെ നന്ദനൻ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു നമ്മുടെ ഗോമതി ഈ ഒരു കാര്യം പറയുന്നതിന് മുമ്പായിട്ടാണ് കേട്ടോ നന്ദനൻ ആര്യനെ കാണുന്നതും ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ സംസാരിച്ചിട്ട് നമ്മുടെ നന്ദനൻ അങ്ങ് പോവുകയാണ്. അപ്പൊ നന്ദനൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കാണല്ലോ നമ്മുടെ ആര്യം വീട്ടിലേക്ക് എത്തുകയും ആത്മഹത്യാ ശ്രമം കാണുകയും അത് തടയുകയും പിന്നെ നമ്മുടെ ഗോമതി ഇത് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തതാ. അപ്പോഴത്തേക്കും നമ്മുടെ ആര്യനെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദനൻ പറഞ്ഞത് ശരിയാണല്ലോ എന്നിങ്ങനെ ഒന്ന് തോന്നിപ്പോവുകയാണ്. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ മനസ്സിലൂടെ ഓടുന്നുണ്ട് കേട്ടോ, ആര്യന്റെ മനസ്സിലൂടെ ഓടുന്നുണ്ട്. പക്ഷെ മീനാക്ഷിക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം അപ്പോഴും മീനാക്ഷി പറഞ്ഞത് വേറെ പണി നോക്കാം ആര്യ, അമ്മ ഇങ്ങനെ പല വട്ടുകളും പറയും, അമ്മയുടെ വട്ടിനൊത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാമല്ലോ എന്നൊക്കെ ലക്ഷ്മി പറയുന്നുണ്ട്. നമ്മുടെ മീനാക്ഷിയും പറയുന്നുണ്ട്. അപ്പം മീനാക്ഷി പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ശരിയാണ്, വലിയ പ്രശ്നമായി തീരൂല ഇത്. പക്ഷെ നാണക്കേട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പവിത്രയ്ക്ക് ഇനി ഒരു ജീവിതം കിട്ടില്ല. അതുമല്ല വേറൊരുത്തൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അത് വല്ലാത്തൊരു നാണക്കേട് തന്നെയാണ്. ഇപ്പം ഇവരുടെ കുടുംബത്തിൽ തന്നെ തീരുന്നുള്ളൂ ഈ ഒരു വഴക്കിൻ്റെ കാര്യം. ഇല്ലാതെ നമ്മുടെ മിത്രയുടെ എന്തൊക്കെയാണോ പേരൊക്കെ വല്ലാണ്ട് വരുന്നത്. നമ്മൾ ഈ എല്ലാ കഥയും പറയുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാന്നേ. അപ്പോൾ ഈ മിത്രയുടെ ആ ഒരു അവസ്ഥ അത്രയ്ക്കും ദയനീയമായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഗോമതി ഈ തീരുമാനം എടുക്കുകയും ലാസ്റ്റ് മീനാക്ഷിയൊക്കെ സമ്മതിച്ച് ആ കല്യാണത്തിലേക്ക് തന്നെ എത്തിപ്പെടുകയാണ്. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. കല്യാണത്തിൻ്റെ ഇടയ്ക്കും ഇനി കുറേ ട്വിസ്റ്റുകളൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.